ആനകൾ അവർക്ക് ഒരു സഹോദരനല്ല, സുഹൃത്തുമല്ല, അതിലുപരി ഒരു സ്റ്റാറാണ്. എത്രയോ ആളെ കൊന്ന ഒരു ആനയായാൽ പോലും അതിനോട് ഒരു പരാതിയുമല്ല, അതിനോടൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ അതിനോടുള്ള മതിപ്പ് കുറവോ അല്ല. നമ്മൾ കുളിച്ചാൽ നമുക്ക് നമ്മുടെ ദേഹത്തെ അഴുക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫ്രഷ്നെസ് തോന്നും. അതുകൊണ്ട് ആനയും ചന്ദ്രിക സോപ്പ് തേച്ചിട്ട് കുളിപ്പിച്ചാൽ നല്ലതാണെന്ന് കരുതുന്ന അത്ര മണ്ടത്തരത്തിലാണ് നമ്മളതുള്ളത്. ആനകളെ നാട്ടാനകളാക്കിയിട്ട് പരിശീലിപ്പിച്ചപ്പോഴും അത് മെരുങ്ങി എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആനകളുടെ സ്വഭാവത്തെ പറ്റിയിട്ട് ഏറ്റവും പരിമിതമായിട്ടുള്ള അറിവ് മാത്രമേ ഇപ്പോഴും ഉള്ളൂ എന്നുള്ളതാണ്. ഈ വന്യജീവികളുടെ കാര്യവും വന്യജീവികളുമായി ബന്ധപ്പെട്ട അറ്റാക്കും പറയുന്ന സമയത്ത് ഒരുപക്ഷെ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന മനുഷ്യൻ്റെ കേസിൽ ഒരു കാര്യത്തിലുള്ളൊരു ഇരട്ടത്താപ്പ് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നാട്ടാനകളുടെ കേസിലേക്ക് എത്തുന്ന സമയത്താണ്. സത്യത്തിൽ നാട്ടാനകളുടെ ആക്രമണത്തിലും എന്തുണ്ട്, വ്യാപകമായി മനുഷ്യരെ കൊല്ലപ്പെടുന്ന സാഹചര്യവും അല്ലെങ്കിൽ പരിക്കേൽക്കുന്നതും അല്ലെങ്കിൽ സ്വത്ത് നശിപ്പിക്കുന്നതും വീടുകൾ നശിപ്പിക്കുന്നതും മീൻസ് പ്രോപ്പർട്ടി വാഹനങ്ങളൊക്കെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ ധാരാളമുണ്ട്. അപ്പോൾ പക്ഷേ ഈ നാട്ടാന പ്രശ്നം ആ നിലക്ക് ചർച്ചയായി മാറാറില്ല. അതിന് പലവിധ താല്പര്യങ്ങൾ അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ നാട്ടാന എന്നൊന്നുണ്ടോ എന്നുള്ളത് തന്നെയാണല്ലോ ഇതിൻ്റെ അടിസ്ഥാന ചോദ്യം ആരംഭിക്കുന്നത്. അതിനകത്തൊരു ആ നിലക്കുള്ളൊരു സമീപനത്തിലൊരു പ്രശ്നമില്ല. ആ വിഷയം കൂടി ശരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? അതായത് ഈ ആനപ്രേമികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം കേരളത്തിൽ വലിയൊരു എണ്ണമുള്ളതാണ്. അതായത് ചെറിയ നമ്മൾ കരുതുന്നത് പോലെയുള്ള എണ്ണമല്ല അത്. അവരുടെ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നം ആനകൾ അവർക്ക് ഒരു സഹോദരനല്ല, സുഹൃത്തുമല്ല, അതിലുപരി ഒരു സ്റ്റാറാണ്. അവരുടെ ഏതെങ്കിലും സിനിമാ നടന്മാരോടൊക്കെ കാണിക്കുന്നത് പോലുള്ള ആരാധനയാണ് അവർ പലരും വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനയുള്ള ഒരു വ്യക്തിയോട് നമുക്ക് അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും നമ്മൾ പരിഗണിക്കില്ല. അവരുടെ ഗാംഭീര്യം എന്ന് പറയുന്ന അവരുടെ സ്റ്റാർ മൂല്യത്തിന് കാരണമായിട്ടുള്ള തലയെടുപ്പ് എന്നൊക്കെ പറയുന്നതിൽ മാത്രം നമ്മൾ അഭിരമിക്കുകയും അവർ ചെയ്യുന്ന അവരുടെ വ്യക്തിപരമായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ നമ്മൾ അത് ഒരു ചെറിയ കുറുമ്പായിട്ടൊക്കെ കാണും. നടന്മാരുടെ കാര്യത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ഒരു നയം നമുക്കുണ്ടാകുക. നടന്മാരല്ല, രാഷ്ട്രീയ നേതാക്കളോ ആയാലും ഒക്കെ നമുക്ക് ചിലരോട് ആരാധന തുടങ്ങിയാൽ അവരെ നമ്മൾക്ക് കൃത്യമായിട്ട് അവരെ വിലയിരുത്താൻ നമുക്ക് പറ്റില്ല. ഈ ഒരു അപകടമാണ് കേരളത്തിലെ ആനപ്രേമികൾക്കും സംഭവിക്കുന്നത്. പലർക്കും ആരാധനയാണ്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ എത്രയോ ആളെ കൊന്ന ഒരു ആനയായാൽ പോലും അതിനോട് ഒരു പരാതിയുമല്ല, അതിനോടൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ അതിനോടുള്ള മതിപ്പ് കുറവോ അല്ല, അതും ഒരു മതിപ്പായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വീരാരാധനയുടെ വേറൊരു തലമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിൽ ഇത്രയും, അതായത് പണ്ട് ഉത്സവങ്ങൾക്കൊക്കെ നടന്നതുപോലെ തന്നെ പലതരത്തിലുള്ള പല മതവിഭാഗങ്ങളും ഇപ്പോൾ ആനകളെ അവരുടെ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അത് എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് അത് ഒരു മത്സരം പോലെ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു വലിയ ബിസിനസ്സായിട്ട് പോലും ഈ ആനകളുടെ എഴുന്നള്ളിപ്പ് മാറിയിട്ടുണ്ട്. അതുകൂടാതെ ചിലപ്പോൾ ചില സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം തൊട്ടിട്ട് പല കാര്യങ്ങൾക്കായിട്ട് ആനകളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ കാലത്ത് ആനകളെ എഴുന്നള്ളിച്ചിട്ടില്ലേ, അത് എത്രയോ കാലമായിട്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, ആചാരങ്ങളുടെ ഭാഗമായിട്ട്, ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ലേ. ഇപ്പോഴായിട്ട് എന്താണ് ഇതിനോട് എല്ലാവരും ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുന്നത്? അതായത് ഉത്സവങ്ങൾക്കൊക്കെ ഇനി റോബോ എലിഫൻറ്റുകൾ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത് അത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ എഴുന്നള്ളത്തുകളായാലും ഉത്സവങ്ങളായാലും ഒക്കെ ആനകൾ ഉപയോഗിക്കുന്നത് ഏത് കാലത്താണ്? നമ്മൾ യുദ്ധങ്ങളിലാണ് ഇതാദ്യം ആനകൾ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും ആനയുടെ വലിപ്പമാണ്. ആനയ്ക്ക് താഴെയുള്ള അതിനെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ രഥമായാലും തേരായാലും ഒന്നും അതിന് പ്രശ്നമില്ല. അതുപോലെ ഉയരത്തിൽ നിന്നുള്ള ഒരു ആനുകൂല്യമുണ്ട് പടയാളികൾക്ക്. ഇതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും ഉയരമുള്ള ഒരു ജീവിയെ നമ്മൾ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ രാജാക്കന്മാരായാലും അവരുടെ പ്രൗഢി ഏറ്റവും ഒരു ജനക്കൂട്ടത്തിലൂടെ അവരെ കൊണ്ടുപോകുമ്പോൾ ഇതേ പണ്ട് നമ്മളെപ്പോലെ ഒരു ബസ്സിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് രാജാവിന് പോകാൻ പറ്റില്ല. അയാൾക്ക് കൊണ്ടുപോകാവുന്ന കുതിരയേക്കാളും ഒക്കെ ഉയരമുള്ള ഒരു ജീവിയായിരുന്നു ആന. അതിൻ്റെ അകത്ത് ഞാൻ ഈ ജനക്കൂട്ടത്തിനെ മുഴുവൻ മുകളിലാണ് എന്ന് എൻ്റെ അധികാരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പല
തരത്തിലുള്ള പ്രൊസഷൻസിനും ആനകൾ ഉപയോഗിക്കുന്നത്. ഇതേ രാജാവിന് പകരമായിട്ടോ അല്ലെങ്കിൽ ദൈവവും രാജാവും ഒന്ന് തന്നെയാകുന്നതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൻ്റെ തിടമ്പുകളൊക്കെ ഇത്തരത്തിലുള്ള ആനകളുടെ ഏറ്റവും ഉയരമുള്ള ആനയുടെ മുകളിൽ വെക്കുന്നത് എന്തോ വളരെ വലിയൊരു കാര്യമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് അങ്ങനെ വരുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ കാലം കഴിഞ്ഞു. നമുക്ക് പകരം വെക്കാനുള്ള ഇനി ഉയരത്തിലുള്ള തന്നെ പ്രൊസഷൻ വേണമെങ്കിലും അതിന് ബദലുകൾ ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു. ആ ഒരു കാലത്ത് നമുക്ക് ആനയായിരുന്നു ഉയരമുണ്ടായിരുന്ന ജീവി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, ബദലായിട്ട് നമുക്കില്ലാത്തതുകൊണ്ടാണ്. എല്ലാ കാലത്തും ആന തന്നെ ചടങ്ങുകൾക്ക് വേണമെന്ന് വാശി പിടിക്കേണ്ട കാര്യം പോലുമില്ല. രണ്ടാമത്തേത്, ഇത്തരത്തിലുള്ള മരണങ്ങളെ, അതായത് മരിച്ച ആളുകളുടെ ഒക്കെ ഒരു അനുശോചനം പോലും കേരളത്തിൽ പലപ്പോഴും നടക്കാറില്ല. ഏതെങ്കിലും വിധത്തിലുള്ള കാട്ടാനകളിൽ നിന്നും ആനകൾ ആക്രമണം മൂലം മരിച്ചാൽ അത് വലിയ ചർച്ചകളാകും. അവരുടെ പല വിധത്തിലുള്ള അവർക്ക് നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുന്നതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങുന്നവർക്ക് തൊഴിൽ കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ചർച്ച നടക്കുന്നുണ്ട്. ചിലപ്പോഴത് രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിനുള്ള ഒരു ഉപകരണമായിട്ട് പോലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം കേരളത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് പാവങ്ങളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആനപ്പാപ്പന്മാരാണ്, നിഷ്കളങ്കരായിട്ട് എന്ന് വേണമെങ്കിൽ പോലും തോന്നാം. അവർ ചിലപ്പോൾ വെറും ഇത്തരത്തിലുള്ള ഒരു ആരാധനയുടെ ഭാഗമായിട്ട് പോലും ഈ ഒരു തൊഴിലെത്തിയവർ പോലും ആയിരിക്കും. കുലത്തൊഴിൽ പോലെ തുടരുന്നതോ അവർക്ക് വലിയ വരുമാനങ്ങളുള്ളവരോ ഒന്നുമല്ല. ചിലരൊക്കെ അതിൽ ആനകളെ പീഡിപ്പിക്കുന്നവരുണ്ടാവും എന്നൊക്കെ പറയുമെങ്കിൽ ഇപ്പോഴും നിലവിൽ അങ്ങനെ ഉള്ളവരല്ല. ആനകളുടെ സ്വഭാവത്തെ പറ്റിയിട്ടൊക്കെ അവർക്കും ഏകദേശം ധാരണയുണ്ട്. പക്ഷേ അവരെ ഒരു ഉപകരണമായിട്ടാണ് ഈ ആനയുടെ ഉടമകൾ എന്ന് പറയുന്നത്. അത് വേറൊരു തര സംഘമാണ്. വലിയ പണത്തിൻ്റെ കൈമാറ്റങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണത്. ഇത്തരത്തിലുള്ള ഇവരെ ബലിക്ക് കൊടുക്കുകയാണെന്ന് പോലും നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ എഴുന്നള്ളുത്തുകൾ നടത്തുന്നു. അതിലും ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിനൊക്കെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ അവരുടെ കയ്യിലുണ്ട്. നമുക്കറിയാം, ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് പരിശോധിച്ചിട്ട് കൃത്യമായിട്ടുള്ള അളവുണ്ടെങ്കിൽ പലപ്പോഴും ഈ ആനകളെയൊന്നും മതപ്പാടിൻ്റെ കാലത്ത് എഴുന്നള്ളത്തിന് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ അതിലൊക്കെ കൊടുക്കുന്ന റിസൾട്ടുകളിൽ എന്തൊക്കെയോ തിരിമറികൾ നടക്കുന്നുണ്ടാകും. ഈ അവരുടെ മതപ്പാടിൻ്റെ കാലയളവിനെ ചുരുക്കാൻ വേണ്ടിയിട്ട്, അത് വളരെ കുറഞ്ഞ ദിവസങ്ങളിലേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അത് മറച്ചു വെക്കുന്നു. അങ്ങനെ പലതരത്തിൽ ഇതിനൊക്കെ കൂട്ടുനിൽക്കേണ്ടി വരുന്നത് പലപ്പോഴും ഈ ഇതിൻ്റെ ആന സഹായികളായിട്ടുള്ള ആൾക്കാരാണ്. അവരെ തന്നെയാണ് പലപ്പോഴും മരണത്തിലേക്ക് പോകുന്നത്. നിരപരാധികളായിട്ട് ഉത്സവങ്ങൾക്കും ഇതേപോലത്തെ പെരുന്നാളുകൾക്കും ഒക്കെ പോകുന്ന ആൾക്കാർക്കും അപകടം പറ്റുന്നുമുണ്ട്. അപ്പോൾ ആനകൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആനകൾക്ക് ഇനി മതം ഉണ്ടായാലും ഇല്ലെങ്കിൽ പോലും കാട്ടിൻ്റെ വന്യതയിൽ വളരെ നിശബ്ദമായിട്ട് ജീവിച്ചിരുന്ന ഒരു ജീവിയെ, രണ്ടാമത്തേത് അതൊരു കൂട്ടമായിട്ട് ജീവിച്ച ജീവിയാണ്. അവയൊക്കെ ആ കൂട്ടത്തിൽ നിന്നും അകറ്റി അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മനുഷ്യൻ്റെ ഇഷ്ടം പോലെ അതിന് പറ്റുമെങ്കിൽ പൗഡർ ഇട്ടാൽ സന്തോഷമായിരിക്കുമെന്ന് കരുതുക. നമ്മൾ കുളിച്ചാൽ നമുക്ക് നമ്മുടെ ദേഹത്തെ അഴുക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫ്രഷ്നെസ് തോന്നും. അതുകൊണ്ട് ആനയും ചന്ദ്രിക സോപ്പ് തേച്ചിട്ട് കുളിപ്പിച്ചാൽ നല്ലതാണെന്ന് കരുതുന്ന അത്ര മണ്ടത്തരത്തിലാണ് നമ്മളതുള്ളത്. സത്യത്തിൽ ആനകൾ ഇത്തരത്തിൽ കുളിക്കുകയല്ലല്ലോ വേണ്ടത്. ആന ദേഹത്ത് മുഴുവൻ പൊടി നിറക്കുകയാണ് വേണ്ടത്, ചളി വാരി പൂശുകയാണ് വേണ്ടത്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലെ ശരീരത്തിൻ്റെ ചൂട് കുറക്കാൻ മാർഗമില്ല. ശ്വേതഗ്രന്ഥികൾ കാലിൻ്റെ ഭാഗത്തൊക്കെ കുറച്ചാണുള്ളത്. അവ ഇത്തരത്തിലുള്ള ചളി, നനഞ്ഞ ചളി ഈ ബാഷ്പീകരിക്കുമ്പോഴുണ്ടാകുന്ന തണുപ്പാണ് അവർക്ക് വേണ്ടത്. അതിന് പകരമാണ് നമ്മൾ തേച്ച് കളഞ്ഞ് അത് തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വലിയ ചന്ദനക്കുറിയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് വലിയ മനുഷ്യർ നമ്മളെ കുട്ടീനെയൊക്കെ ഒരുക്കുന്നത് പോലെ ഒരു മൃഗത്തെ, അതായത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പരിസരത്തു നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ അതിജീവനത്തിന് അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന അതിൻ്റെ ശരീര സംരക്ഷണത്തിന് ചെയ്യുന്നതൊക്കെ തടഞ്ഞ് ആണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അപ്പോഴൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഇത് മനുഷ്യരെ പോലെ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന ഭക്ഷണം ഒക്കെ നമ്മൾ കരുതുന്നത് നമ്മൾ ദഹിക്കുന്നത് പോലെ ആയിരിക്കും ഇവരുടെ വയറ്റിലും ദഹിക്കുക. ബിരിയാണി കൊടുത്താൽ അതിന് വളരെ സന്തോഷമായിരിക്കുന്നു പോലും ചിലപ്പോൾ കരുതിയിട്ട് വെജിറ്റബിൾ ബിരിയാണി വരെ കൊടുത്തു കളയും. അതായത് ഇവരുടെയൊക്കെ ഹിൻഗട്ട് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള ദഹനമാണ്, അല്ലാതെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന നമ്മുടെ പോലത്തെ ദഹനമല്ല ഉള്ളത്. അവരുടെ ഫെർമെൻറ്റേഷനാണ് അവിടെ നടക്കുന്നത്. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജ്ജദായക വസ്തുക്കൾ വ്യത്യസ്തമാണ്. അപ്പോൾ സ്റ്റാർച്ച് കൂടുതലായിട്ടുള്ള അളവ് കൊടുത്തു കഴിഞ്ഞാൽ, കൂടുതൽ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എളുപ്പത്തിൽ ദഹിക്കുകയല്ല ചെയ്യുക. ഇതിന് എരണം എന്നൊക്കെ വേറെ പേര് പറയുന്ന എരണക്കേട് എന്തോ എനിക്ക് കൃത്യമായിട്ട് ആ വാക്കറിയില്ല. അതായത് ഇതിൻ്റെ ദഹനം ഗ്യാസ് കൂടിയിട്ട് ഇത് ചത്തുപോകും. അപ്പം നമ്മൾ അതിൻ്റെ ദഹനത്തെ പോലും മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റായിട്ടാണ്.
അപ്പം ആനകളെ നാട്ടാനകളാക്കിയിട്ട് പരിശീലിപ്പിച്ചപ്പോഴും അത് മെരുങ്ങി എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആനകളുടെ സ്വഭാവത്തെ പറ്റിയിട്ട് ഏറ്റവും പരിമിതമായിട്ടുള്ള അറിവ് മാത്രമേ ഇപ്പോഴും ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോഴും ഇവയെ പറ്റിയിട്ട് കുറേ കൂടി നന്നായിട്ട് അറിയുന്നവരൊന്നും ഈ സത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ സാധാരണക്കാർക്ക് കൊടുക്കുന്നതിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് കൂടുതൽ സങ്കീർണമാക്കുന്നത് പ്രശ്നത്തെ.